പുലിമുരുകൻ ചൈനീസ്, വിയറ്റ്നാമീസ്, ഹിന്ദി, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്തിറക്കാനും പദ്ധതിയുണ്ടെന്ന് മോഹൻലാൽ. മുംബൈയിൽ സുഹൃത്തുക്കൾക്കായുള്ള പ്രദർശനത്തിന് ശേഷം TV ചാനലിനോട് സംസാരിക്കുകയായിരുന്നു മോഹൻലാൽ. ഞങ്ങളുടെ അധ്വാനം പ്രേക്ഷകർ സ്വീകരിച്ചതിൽ സന്തോഷമുണ്ടെന്ന് മോഹൻലാൽ പറഞ്ഞു. ലോകത്ത് മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള പകയുടെ കഥ പറയുന്ന ചിത്രങ്ങൾ കുറവാണെന്നും അദ്ദേഹം പറഞ്ഞു. അതിൽ തന്നെ പുലി എതിരാളിയാകുന്ന ചിത്രങ്ങൾ കുറവാണ്. ലോകത്ത് 3-4 സിനിമകളെ അത്തരത്തിലുള്ളൂ. പുലിമുരുകനിലെ ആക്ഷൻ രംഗങ്ങൾ മികച്ചതാണെന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടു. ഇത്തരത്തിലുള്ള സംഘടന രംഗങ്ങൾ ചെയ്യാൻ ഇപ്പോഴാണ് അവസരം ലഭിക്കുന്നത്. ഇതിലും വലിയ ആക്ഷൻ രംഗങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്. അത്തരം അവസരങ്ങൾ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആക്ഷൻ രംഗങ്ങളുടെ ക്രെഡിറ്റ് മുഴുവൻ പീറ്റർ ഹെയ്നാണ്. പുലിയുടെ ചലനങ്ങളും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് മോഹൻലാൽ പറഞ്ഞു. ഒക്ടോബർ 7 തിയേറ്ററുകളിലെത്തിയ പുലിമുരുകൻ വമ്പൻ ഹിറ്റാണ്. ചിത്രം 20 കോടി ഇപ്പോൾ തന്നെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും വേഗത്തിൽ 10 കോടി പിന്നിട്ട ചിത്രമെന്ന ഖ്യാതിയും പുലിമുരുകൻ സ്വന്തമാക്കി. കേരളത്തിനകത്തും പുറത്തുമുള്ള 325 തിയേറ്ററുകളിൽ നിന്നുള്ള ആകെ കളക്ഷൻ പരിശോധിച്ചാൽ ചിത്രം 5-ാം ദിവസം 20 കോടിയിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ട്. ചെന്നൈയിലും കന്നഡയിലും റിലീസ് ചെയ്ത ചിത്രങ്ങളെ അപേക്ഷിച്ച് മികച്ച വിജയമാണ് നേടിയിരിക്കുന്നത്. ചെന്നൈയിലും ബംഗളൂരുവിലും സിനിമയ്ക്ക് തിരക്കേറിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയും. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്.